ഷിരൂരിൽ രക്ഷാദൗത്യം നിർണായക ഘട്ടത്തിലാണ്. ഡ്രോൺ പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കുമെന്ന് അറിയുന്നു. ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്ക് തിരച്ചിലിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിൽ ഇറങ്ങാനാകുന്നില്ല. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും ഷിരൂരിലെത്തിയിട്ടുണ്ട്. ഐബോട്ട് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പരിശോധനയും ഉടൻ ആരംഭിക്കും. വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് റിപ്പോർട്ടർമാർ ചേരുന്നു. അരുൺ ആലത്തൂർ, ആനന്ദ് പുതൂർ, KC ശ്രീജിത്ത് എന്നിവർ. ആനന്ദ്, പലതരത്തിലുള്ള പരിശോധനകൾ, ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള, പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനകളാണ് ഇന്ന് നടക്കുന്നത്. വളരെ അടുത്തെത്തി എന്ന് അറിയുമ്പോഴും പക്ഷേ പ്രകൃതി കനിയാത്തതാണ് വലിയ തടസ്സമായി നിൽക്കുന്നത്. ഇപ്പോഴെന്താണ് കാലാവസ്ഥ? ഒപ്പം ഈ പുഴയിലെ അടിയൊഴുക്ക് എങ്ങനെ തരണം ചെയ്യാനാകുമെന്നും കരുതുന്നു? ഒരു അവസ്ഥയായിരുന്നു രാവിലെയോട് കൂടി തന്നെ. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ഏകദേശം കാലാവസ്ഥ ഒന്ന് തെളിഞ്ഞിരിക്കുന്നുണ്ട്. രാവിലെയോട് കൂടി തന്നെ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ഏകദേശം കാലാവസ്ഥ ഒന്ന് തെളിഞ്ഞിരിക്കുന്നുണ്ട്. മാനം തെളിഞ്ഞിട്ടുണ്ട്. മഴയുടെ യാതൊരു തരത്തിലുള്ള ഒരു സ്വഭാവവും ഇല്ല. കാറ്റ് ശക്തി വീശുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ കുറച്ച് സമയത്ത് കൂടി പോവുകയാണെങ്കിൽ ഒരു പക്ഷേ പുഴയിലെ ഈ ഒരു അടിയൊഴുക്ക് നിശ്ചലമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പൂർണ്ണമായും നിശ്ചലമാകുമെങ്കിൽ കൂടി കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ നാവികസേനയിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ചുകൊണ്ട് തന്നെ ഈ ശക്തമായ അടിയൊഴുക്ക് കാരണം ആ പ്രദേശത്തേക്ക് ഇറങ്ങാൻ, അതായത് മുങ്ങിക്കൊണ്ടുള്ള ഒരു തിരച്ചിൽ സാധ്യമാകുന്നില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് നേരത്തെ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണ്. 15 അംഗ സംഘം ഡീപ് ഡൈവേഴ്സ് ആകുന്ന 15 അംഗ സംഘം 3 ബോട്ടുകളായി ആ പ്രദേശത്തേക്ക്, അതായത് ഈ ലോറി ഡിറ്റക്ട് ചെയ്തിരിക്കുന്ന ഈ പ്രദേശത്തേക്ക് പോയിരുന്നു. അവിടെ ചെന്നുകൊണ്ട് പരിശോധനകൾ നടത്തി. അതായത് ഈ മുങ്ങിക്കൊണ്ട് പരിശോധനകൾ നടത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് അവർ പോയത്. അതിനോടൊപ്പം തന്നെ ആ പ്രദേശത്തെ കുറിച്ച് അതിന്റെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി തന്നെയായിരുന്നു പോയിരുന്നത്. പക്ഷേ ഈ ശക്തമായിട്ടുള്ള ഒഴുക്ക് ഈ പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധനയ്ക്ക് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നുണ്ട്. എന്നാൽ തിരിച്ച് അവർ ആ 3 ബോട്ടുകളായി തന്നെ തിരിച്ച് കരയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ദൗത്യസേനാംഗങ്ങളുമായി കൊണ്ട് ഇന്ദ്രപാൽ നേതൃത്വമുള്ള സംഘങ്ങളുമായി കൊണ്ട് തന്നെ ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് അല്പസമയത്തിനകം തന്നെ വരും. എന്തായാലും ഈ 1 മണിയോട് കൂടി തന്നെ നേരത്തെ ഇവിടേക്ക് എത്തിച്ച ഐബോട്ട് ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് പരിശീലന പറത്തൽ ആരംഭിക്കും. അതുപോലെ തെരച്ചിൽ ആരംഭിക്കും. എന്തായാലും ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് വളരെ പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പോഴുള്ള ഈ സാങ്കേതികവിദ്യ, അതായത് ഈ ഐബോട്ട് സാങ്കേതികവിദ്യ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്റലിജൻസ് ബറീഡ് ഒബ്ജക്റ്റീവ് ഡിറ്റക്റ്റീവ് സിസ്റ്റം, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏതൊരു കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ കഴിയുന്നു എന്ന് തന്നെയാണ്. അതായത് 40 കിലോമീറ്റർ വരെ ഈ ശക്തമായ കാറ്റ് അടിച്ച് വീശിയാലും അതിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ പറക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. ഒരുപക്ഷെ രാവിലെ ഇന്ദ്രപാൽ സാർ സൂചിപ്പിച്ചു അത് തന്നെയാണ്. അതായത് ഏതൊരു തരത്തിലുള്ള കാലാവസ്ഥയാണെങ്കിലും അതിനെല്ലാം മറികടക്കാനുള്ള സാങ്കേതിക വിദ്യ നമുക്ക് ഇന്ന് അവിടെ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ വളരെ ഊർജ്ജസ്വലമായി തന്നെ മുന്നോട്ട് പോകുന്നതാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. അത് ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെ, പ്രത്യേകിച്ച് ഈ 2024 മെയ് മാസത്തിലാണ് സൈന്യം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശീലന പറക്കൽ ആദ്യമായി തുടങ്ങിയത്. പ്രത്യേകിച്ച് ഈ ഉത്തരാഖണ്ഡ് ഉണ്ടായിട്ടുള്ള അത്തരത്തിലുള്ള പ്രളയങ്ങളിലൊക്കെ ഒരു അത്യാധുനിക സംവിധാനങ്ങൾക്ക് എത്തണമെന്നുള്ള ഒരു ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യ ഈ ഐബോർഡ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. മാത്രമല്ല ഈ മൺപ്രദേശത്ത് ഏകദേശം 20 മീറ്റർ താഴേക്ക് വരെ പോയി പരിശോധിക്കാനുള്ള ഒരു ശേഷി അതിനുണ്ട്. പ്രത്യേകിച്ച് ഈ ഖനികൾ, മഞ്ഞിടിങ്ങുന്ന സ്ഥലങ്ങൾ, ഹിമപാതങ്ങൾ നേരിടുന്ന സ്ഥലങ്ങൾ, അത്തരത്തിലെല്ലാം ഇത്തരത്തിൽ ആഴത്തിലുള്ള ഒരു പരിശോധന നടത്താൻ ഇതുകൊണ്ട് സാധിക്കും. മാത്രമല്ല വെള്ളത്തിലാണെങ്കിൽ ഏകദേശം 60 മീറ്റർ താഴെ വരെ ചെന്ന് പരിശോധിക്കാനുള്ള ഒരു ശേഷിയുള്ള ഉപകരണമാണ്. അതുകൊണ്ട് തന്നെ ആ സാങ്കേതികത ഇവിടേക്ക് എത്തിക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് മനുഷ്യ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നത് തന്നെയാണ് ഈ ഐബോർഡിന്. അതുകൊണ്ട് ഇനി അതിന്റെ അടിയിൽ, അതായത് അർജുന സാന്നിധ്യം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ നാവികസേന ക്യാബിൻ വഴി വ്യക്തമാക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ക്യാബിൻ വഴി പരിശോധനയേക്കാൾ എളുപ്പത്തിൽ ഒരു പക്ഷേ ഈ ഐബോർഡ് സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനുഷ്യ സാന്നിധ്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. രാവിലെ മുതൽ തന്നെ ഒരു ഡ്രോൺ പൂർണ്ണ സജ്ജമായി പറക്കുന്നുണ്ട്. രണ്ടാമത്തെ ഐബോർഡിന്റെ ബാറ്ററിയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ബാറ്ററി വിമാനവുമായി എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ട്രെയിൻ വഴി അത് എത്തിച്ചത്. 1 മണിയോട് കൂടി ഏകദേശം 1:30 തന്നെ ഈ ഐബോർഡ് ഉപയോഗിച്ചുള്ള തിരച്ചിൽ തുടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ അത് അവിടെ ആരംഭിക്കും. ഏകദേശം 3 കോടിയിലധികം രൂപയാണ് ഇതിന് ചെലവ് വരുന്നത്. എന്തായാലും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഇതുവഴി സാധിക്കുമെന്ന് തന്നെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പ്രധാനമായും ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് കൂടുതൽ ഡാറ്റകൾ ആ പ്രദേശത്ത് ശേഖരിക്കുക, സിഗ്നൽ വഴി ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് 2 മണിക്കൂറിനകം തന്നെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ സൈന്യത്തിന് ലഭ്യമാകും ഇതുവഴി. അതുകൊണ്ട് തന്നെ അതിനുശേഷം അതിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് ഏത് ഭാഗത്തേക്ക് ഇറങ്ങണം, എവിടെയൊക്കെയാണ് ഈ പ്രശ്നബാധിത പ്രദേശങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ ആ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പുരോഗതിയുള്ള, ഏറ്റവും പുരോഗമനപരമായ, ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഈ ഉപകരണം ഇപ്പോൾ
ഷിരൂരിൽ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ തന്നെ സൈന്യവും നാവികസേനയും കോസ്റ്റ് ഗാർഡും എല്ലാം കൃത്യമായിട്ടുള്ള ഒരു പരിശീലനം കൃത്യമായിട്ടുള്ള ഒരു തെരച്ചിൽ അവിടെ നടത്തുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു യുവതിയുടെ മൃതദേഹം പുഴക്കരയിൽ നിന്ന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സമാനമായ രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധന കടൽ വരെ, അതായത് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഏകദേശം 12 കിലോമീറ്റർ പുഴക്കരയിലെല്ലാം ഇത്തരത്തിലൊരു പരിശോധന നടത്തിയിരുന്നു. ഈ ബോട്ട് വഴിയൊന്നും അത്തരത്തിലുള്ള പരിശോധന നടത്താൻ ഗംഗാവാലിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രായോഗികമല്ല. അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒഴുക്കാണ്. 240 മീറ്ററോളം വീതിയുള്ള ഒരു പുഴ, 60 അടിയോളം താഴ്ചയുള്ള ഒരു പുഴ, വനത്തോട് ചേർന്ന് ഒഴുകുന്ന ഒരു പുഴ. അതിന്റെ എല്ലാ വന്യമായിട്ടുള്ള സ്വഭാവങ്ങളും ഗംഗാവലിക്കുണ്ട്. ആ ഗംഗാവലി അത് ഓരോ 15 മിനിറ്റിലും കാണിച്ചു തരുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന നൽകുന്നത്. എന്തായാലും മണിക്കൂറുകളായി, ഏതാണ്ട് ഒരു 3-4 മണിക്കൂറുകളായി അവിടെ മഴ പെയ്യുന്നില്ല എന്നുള്ള വളരെ ഒരു സമാധാനമുണ്ട്. നേരത്തെ രാവിലെ പെയ്ത ശക്തമായിട്ടുള്ള മഴയും കാറ്റിന്റെയും ഒരു ബാക്കി പത്രം എന്നുള്ള തരത്തിലാണ് പുഴ ഇപ്പോൾ കലങ്ങി മറിഞ്ഞൊഴുകുന്നത്. അടിക്കൊഴുക്ക് ശക്തമാണ്. മേൽത്തട്ടിപ്പുഴ ഏതാണ്ട് ശാന്തമായിട്ടുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ ഡ്രോൺ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ പുരോഗതിയിലേക്ക് ഈ രക്ഷാപ്രവർത്തനം എത്തും. എന്തായാലും രണ്ടാമത്തെ ഒരു ബൂം ലെങ്ത് യന്ത്രം കൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ 2 യന്ത്രങ്ങളുണ്ട്. അതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള ഒരു നിലം കൃത്യമാക്കിയിട്ടുണ്ട്. ഈ യന്ത്രങ്ങൾക്ക് ഇറങ്ങി പരിശോധിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലേക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ നടത്തിയിട്ടുണ്ട്. പുഴയിൽ നിന്ന് ഏകദേശം 20 മീറ്റർ അകലെ മാത്രമാണ് ഇപ്പോൾ ലോറിയുള്ളത്, അർജുന്റെ ലോറിയുള്ളത്. 5 മീറ്റർ ആഴത്തിൽ മാത്രമാണ് അർജുന്റെ ലോറിയുള്ളത്. ഒരുപക്ഷെ കൈയെത്തുന്ന ദൂരത്തെന്ന് പറയാമെങ്കിൽ കൂടി പക്ഷെ ആ ദൂരത്തേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ യന്ത്രം ഇപ്പോൾ ഉപയോഗിച്ചിട്ടില്ല. അത്യാവശ്യ ഘട്ടം വരികയാണെങ്കിൽ അപ്പോൾ തന്നെ ഉപയോഗിക്കാനായി സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ലോറി അവിടെ നിന്ന് വലിച്ച് കരയിലേക്ക് കയറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള വലിയ വാഹനങ്ങളും അവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പറയുകയാണെങ്കിൽ കാലാവസ്ഥ കൂടുതൽ അനുകൂലമാവുകയും ആ പുഴയിലെ അടിയൊഴുക്ക് ഒന്ന് കുറയുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജത്തോടു കൂടി അവിടെ നിന്ന് ആരംഭിക്കും. അതായത് പ്രകൃതിയാണ് ഇനി അനുകൂലമാകേണ്ടത്, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പുമാണ്. പക്ഷേ ആനന്ദൊരു ആശങ്കയുള്ളത് ഈ അടിയൊഴുക്ക് ഇങ്ങനെ ശക്തമായി തുടരുകയും കാലാവസ്ഥ പ്രതികൂലമാവുകയും ചെയ്യുന്ന ഒരു ഘട്ടം ഇങ്ങനെ തുടർന്നു കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ലോറി അത് വലിച്ചു കയറ്റുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനു മുമ്പ് തന്നെ അതവിടെ ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളത് കൂടി ഉണ്ടല്ലോ. അതിനുള്ളിൽ അർജുനുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ അതവിടെ ഉറച്ചു നിർത്തേണ്ടതുണ്ടെന്ന്, അതിനൊരു സ്ഥാനമാറ്റം വരാനുള്ള സാധ്യതയുമൊക്കെയും കണക്കാക്കുന്നുണ്ടോ? അതെങ്ങനെ ഒരു പക്ഷേ മറികടക്കാൻ കഴിയും? വീണ, ഈ എല്ലാ പ്രശ്നങ്ങളുടെയും കാതലായിട്ടുള്ള അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ കാലാവസ്ഥ തന്നെയാണ്. അതായത് ഈ പുഴയിലെ കുത്തൊഴുക്ക് മാറാതെ പുഴ സാധാരണഗതിയിൽ ഒഴുകുന്നത്, ഒരുപക്ഷെ സാധാരണഗതിയിലേക്ക് എത്തിയില്ലെങ്കിലും ഇപ്പോൾ ഒഴുകുന്ന അടിയൊഴുക്കിൽ നിന്ന് ഒരു ശമനമില്ലാതെ ഒരു കാരണവശാലും ഈ ലോറി അവിടെ ലോക്ക് ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നാണ് അവിടെ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒഴുക്ക് കുറയുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഈ ഡീപ് ഡൈവേഴ്സിന്, അതായത് ആ കരയിൽ ഡീപ് ഡൈവേഴ്സ് എല്ലാം കരയിൽ പൂർണ്ണസജ്ജമായിട്ടുണ്ട്. ഈ ഡീപ് ഡൈവേഴ്സ് ആ ലോറിക്കരിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് തന്നെ വേണം അത് ലോക്ക് ചെയ്ത് നിർത്തുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ട്രക്ക് അവിടെ ലോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും ഈ ഡൈവേഴ്സിന്റെ ആവശ്യം അത്യന്താപേക്ഷിതമാണ് അവിടെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ഒഴുക്ക് കുറയുക എന്നുള്ള ഒരൊറ്റ കാത്തിരിപ്പിൽ തന്നെയാണ്. അതായത് നേരത്തെ വീണ സൂചിപ്പിച്ച പോലെ തന്നെ പ്രകൃതിയാണ് ഇനി കനിയേണ്ടത്. ബാക്കി എല്ലാ സംവിധാനങ്ങളും ഈ 10ാം നാൾ ആ ഷിരൂരിലെ മണ്ണിടിഞ്ഞ കരയിലുണ്ട്. എല്ലാ സംവിധാനങ്ങളും, എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും, പ്രത്യേകിച്ച് ഇന്ത്യൻ സേനയുടെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ വരെ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി പ്രകൃതി കനിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അർജുന്റെ വാഹനമെന്ന് കണ്ടെത്തിയിട്ടുള്ള ട്രക്ക് നമുക്ക് വലിച്ച് കരയിലേക്ക് കയറ്റേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇതൊരു 4 ഘട്ടങ്ങളിലായിട്ടായിരിക്കും തീർച്ചയായിട്ടും ഈ ഒഴുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രക്ഷാദൗത്യം മുന്നോട്ട് പോകുക. അതായത് ഈ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നുള്ള ഒരു പരിശോധന തന്നെയാണ്. അതായത് ഈ നേവി സംഘം ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ട് ഈ ക്യാബിൻ പരിശോധിക്കുന്നു, മുങ്ങിക്കൊണ്ട് ക്യാബിൻ പരിശോധിക്കുന്നു. തുടർന്ന് 2ാം ഘട്ടം എന്ന് പറയുന്നത് ഈ ട്രക്ക് അവിടെ ഉറപ്പിച്ചു നിർത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ്, ലോക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അത് തീർച്ചയായിട്ടും ഈ നേവിയുടെ സഹായത്തോടു കൂടി തന്നെ ഒരുപക്ഷെ ഈ പുഴയിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുകയാണോ അല്ലെങ്കിൽ കരയിലേക്ക് അത് ഉറപ്പിച്ചു നിർത്തുന്ന, കരയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉറപ്പിച്ചു നിർത്തുന്ന നടപടികളാണോ എന്നുള്ള കാര്യങ്ങൾ അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും 2ാം ഘട്ടം എന്ന് പറയുന്നത് പ്രധാനമായും ഈ ട്രക്ക് ലോക്ക് ചെയ്യുക എന്ന് തന്നെയാണ്. 3ാം ഘട്ടമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 5 മീറ്റർ ഉയരത്തിലുള്ള മണ്ണ് നീക്കം ചെയ്യുന്നത്. ഈ ട്രക്കിന് മുകളിലും സൈഡിലുമുള്ള വശങ്ങളിലുമുള്ള മണ്ണ് നീക്കം ചെയ്യുക എന്ന് പറയുന്നതാണ് 3ാം ഘട്ടം. ഇതിനു വേണ്ടിയാണ് അവിടെ ബൂം ലെങ്ത്തുകൾ എത്തിയിട്ടുള്ളത്. ആ ബൂം ലെങ്ത്തുകൾ കൃത്യമായി 60 അടിയോളം വരെ താഴ്ചയിൽ നിന്ന് മണ്ണ് കോരാൻ ശേഷിയുള്ള യന്ത്രങ്ങളാണ്, അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങളാണ് 2 എണ്ണം അവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഇത്തരത്തിൽ ഈ മണ്ണ് മാറ്റൽ പ്രക്രിയ എളുപ്പത്തിൽ തന്നെ പൂർത്തീകരിക്കാനാവും. അതിനുശേഷമാണ് 4ാം ഘട്ടം എന്ന് പറയുന്നത് ഈ ട്രക്ക് വലിച്ച് കരയിലേക്ക് കയറ്റുന്നത്. ഈ ട്രക്ക് വലിച്ച് കരയിലേക്ക് കയറ്റാൻ ആവശ്യമായിട്ടുള്ള വലിയ വാഹനങ്ങൾ, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഉപകരണങ്ങൾ, മറ്റെല്ലാ വസ്തുക്കളും, അതിനോടനുബന്ധിച്ച് എല്ലാ ഉപകരണങ്ങളും അവിടെ എത്തിച്ചിട്ടുണ്ട്, സർവ്വസജ്ജമാണ്. നേരത്തെ
പറഞ്ഞതുപോലെ തന്നെ കനിയേണ്ടത് ഇനി പ്രകൃതിയാണ്.